എന്തൊരു മഴയായത്! ഒരു മഴ ഇങ്ങോട്ട് പെയ്തതേ ഉള്ളൂ. കൊച്ചിയുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനമായി. പിന്നെ കളമശ്ശേരിയിൽ ഇന്നലെ മേഘവിസ്ഫോടനമൊക്കെ ആയിരുന്നു. വീടുകളിലൊക്കെ വെള്ളം കയറി, പിള്ളേരൊക്കെ ഡോക്യുമെന്റ്സ് വരെ നശിച്ചുപോയി. എന്ത് ചെയ്യാനാ? കൃത്യസമയത്ത് ആ തോടുകളൊക്കെ ഒന്ന് വൃത്തിയാക്കിയായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് ആ പാവങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അതെങ്ങനെയാ? ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ. ഇനിയിപ്പം അടുത്ത ഇലക്ഷന് നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചാകണം അപേക്ഷകൾ അയച്ച് നരേന്ദ്രമോദിയും അമിത്ഷായും. ഞെട്ടിയാ ഞെട്ടണ്ട. സംഭവം എന്താന്നോ? ദ്രാവിഡിന്റെ കാലാവധി അവസാനിക്കുന്നതോടെ BCCI ഇന്ത്യൻ പുരുഷ ടീമിന് പുതിയ പരിശീലകനെ തേടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അപെക്സ് ബോർഡ് അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. എന്നാൽ അപേക്ഷകളൊക്കെ വന്നത് നമ്മുടെ മോദിജിന്റെയും മറ്റേ അമിത്ഷാന്റെയും ഒക്കെ പേരില്ല. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ മോദിജി? എന്നാലല്ലേ നമുക്ക് മറ്റേ മതാടിസ്ഥാനത്തിൽ ടീമാക്കാൻ പറ്റുള്ളൂ. ചുമ്മാ നോക്കുന്നേ. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് തമിഴ്നാട് എതിർത്തു. EAC യോഗം നടന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ശ്രമം അങ്ങ് പാളി. അല്ല, എനിക്കൊരു സംശയം, ഈ മുല്ലപ്പെരിയാർ പൊട്ടോ? ധ്യാനത്തിനായി മോദി നാളെ കന്യാകുമാരിയിലേക്ക്. ചെയ്ത പാപവും പറഞ്ഞ പാപവും ഒക്കെ അങ്ങനെ അങ്ങ് തീരുമെങ്കിൽ അങ്ങ് തീരട്ടെ. മൊത്തം പോയിട്ട് വേണമല്ലോ അടുത്ത വിദേശ പ്രസംഗം നടത്താൻ. DYSP ഗുണ്ടാ ബന്ധത്തില് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അങ്ങ് മാറ്റിവെച്ചു. എന്താന്നല്ലേ? മുഖ്യമന്ത്രിയുടെ സൗകര്യം. ചെറിയ പുള്ളിയാണോ? എന്തോരം വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടാവും. പാവം. എന്താ പറയാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോട്ടെ. പോയിട്ട് വരാം.